ആരാധനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രദീപ് ഒമേഗ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വ്യവസായികൾ ഒരാളുകൂടിയായ മുഹമ്മദ് അലി ബൻഗൂർ സാർ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച വളരെ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടതെങ്കിലും വളരെ സൗഹൃദം അതിനിടയിൽ തന്നെ ഞാനുമായിട്ടുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന അലി നട്ടാർ, ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുവാനായി എത്തിയിരിക്കുന്ന സംരംഭക സുഹൃത്തുക്കളെ, നമ്മൾ ലോകം വളരെയേറെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കണ്ട ലോകമല്ല ഇന്ന് കാണുന്ന ലോകമല്ല നാളെ ഉണ്ടാവുക എന്നെല്ലാവർക്കും അറിയാം. ലോകം ഇത്രമാത്രം ഈ വികസിക്കുവാനുണ്ടായ പ്രധാന കാരണക്കാരാണ് നമ്മളെല്ലാവരും. സംരംഭകരെ കൊണ്ടാണ് ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളത്. അത് അറിയാത്തത് എനിക്ക് തോന്നുന്നു സംരംഭകർക്ക് മാത്രമാണ്. ലോകത്തിലെ എല്ലാ സർക്കാരുകളും ഈ ഒരു കാര്യം, ഈ ഒരു വസ്തുത മനസ്സിലാക്കുകയും സംരംഭകരെ സഹായിക്കുന്നതിനായിട്ട് നിരവധി 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 പദ്ധതികൾ ഓരോ വർഷങ്ങളും ആരംഭിക്കുകയും ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. നമ്മുടെ രാജ്യത്തും ഇതേ രീതിയിൽ തന്നെ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, മറ്റ് പല വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിൽ അത്തരം പദ്ധതികൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമ്മൾ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും അത്തരം ചില പദ്ധതികളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പരിപാടിയിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഊഷ്മളമായ ഒരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒരു സംരംഭകൻ്റെ ഞാൻ ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു സംരംഭകന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംരംഭകൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല, ഒരു ചെറിയ പ്രൊഫഷനുമല്ല. വളരെയേറെ ഗൗരവം ആവശ്യമുള്ളതും വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു വലിയ പ്രൊഫഷൻ തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്നൊക്കെ പറയുന്നതിൽ ഉപരിയായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് സംരംഭം എന്നുള്ളത്. കാരണം നമ്മളാണ് സർക്കാരുകളെ ചലിപ്പിക്കുന്നത്. സർക്കാരുകൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. സംരംഭം തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം സർക്കാരുകളെ സഹായിക്കുവാനോ, അല്ലെങ്കിൽ നാടിൻ്റെ പുരോഗതിയെ സഹായിക്കുവാനോ, അല്ലെങ്കിൽ നാട്ടിൽ വികസനം കൊണ്ടുവരുവാനോ ഒന്നുമല്ല. സംരംഭം തുടങ്ങുന്നത് ആ സംരംഭം ആരംഭിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ തന്നെയാണ്. ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ലാഭം ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലോകം ഇന്നത്തെ നിലയിൽ ഇങ്ങനെ വികസിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് സർക്കാരുകൾ നമ്മളെ സഹായിക്കുന്നു? സർക്കാർ ഇപ്പോൾ ചില പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നതിന്, ചില സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 10% മുതൽ 50% വരെ സബ്സിഡി തരുന്നു. 50% എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതി. ഒരു സംരംഭം തുടങ്ങുന്നതിന് 1 കോടി രൂപ ആവശ്യമെങ്കിൽ അതിൻ്റെ നേർപകുതി 50 ലക്ഷം രൂപ സൗജന്യമായിട്ട് തരുന്ന സർക്കാർ പദ്ധതികളുണ്ട്, സബ്സിഡികൾ. ഇവിടെ ഒരു സംരംഭം ഇത്തരത്തിൽ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ പകുതി സർക്കാരിന് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. 1 രൂപ ലാഭത്തിൻ്റെ വിഹിതം സർക്കാരിന് കൊടുക്കേണ്ടതില്ല. സർക്കാരിൻ്റെ സംരംഭത്തിൻ്റെ ഒരു ഉടമസ്ഥാവകാശമില്ല. പിന്നെ എന്തിനാണ് സർക്കാർ ഇത്തരത്തിൽ വലിയ ആനുകൂല്യങ്ങൾ സംരംഭകർക്ക് നൽകുന്നത് എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, സംരംഭങ്ങൾ ഉള്ളത് കൊണ്ടാണ് റവന്യൂ ഉണ്ടാകുന്നത്. നമ്മുടെ സർക്കാരുകൾ പ്രവർത്തിക്കുന്നത്, സർക്കാർ ഒരു ജോലി കൊടുക്കുന്നില്ല, ഒരു സംരംഭവും നടത്തുന്നില്ല. എന്തെങ്കിലും സംരംഭങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഭൂരിപക്ഷവും നഷ്ടത്തിലുമാണ്. സർക്കാരുകളുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് നികുതിയാണ്. നികുതി ജനറേറ്റ് ചെയ്യുകയും നികുതി കളക്ട് ചെയ്യുകയും അത് സർക്കാരിലേക്ക് അടക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് സംരംഭകർ. അപ്പോൾ സംരംഭകർ നൽകുന്ന വരുമാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ സർക്കാരുകളും, നമ്മുടെ സർക്കാരുകൾ മാത്രമല്ല
ലോകത്തിലെ സമസ്ത സർക്കാരുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണ് സംരംഭകർ. തിരിച്ച് സംരംഭകരെ സഹായിക്കുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നു അതിലുപരി ആയിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് സംരംഭകരാണ്. ഏതൊരു സർക്കാരിൻ്റെയും ബാധ്യതയാണ് ആ സർക്കാരിൻ്റെ പൗരന്മാർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത്. സർക്കാരിൻ്റെ ഒരു രാജ്യത്തെ പൗരന്മാരുടെ പ്രതിനിധികളാണല്ലോ സർക്കാർ. കുട്ടാ ബാറ്ററി ഒന്ന് കൊടുക്കും, നമ്മളെ ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു സർക്കാർ വിചാരിച്ചാലും ഈ രാജ്യത്തെ പൗരന്മാരുടെ ഒരു 10% പോലും തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് റവന്യൂ ജനറേഷൻ, ഇത്തരം രണ്ട് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വലിയ വിഭാഗമായതുകൊണ്ടാണ് സർക്കാരുകൾ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് പദ്ധതികളുണ്ട്. നമ്മുടെ സ്ലൈഡ് കാണിക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഒരു 10-32 പദ്ധതികൾ, പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തുള്ള ഒരു 32ഓളം പദ്ധതികളുടെ പേര് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോട് ജസ്റ്റ് ഒന്ന് പറയാം. പക്ഷേ ഇതെല്ലാം പറയുവാനുള്ള, ഇതിൻ്റെ പേര് തന്നെ പറയുവാനുള്ള സമയം പോലും നമുക്കില്ല. ഇതിൽ പ്രധാനപ്പെട്ട 3 പദ്ധതികളെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് പറയണമെന്ന് കരുതുന്നത്. അതിൽ ഒന്നാമത്തെ പദ്ധതി ഓൾറെഡി അതിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ 2022 കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയാണ്. ശരിക്കും ഇതൊരു പുതിയ പദ്ധതിയല്ല, 22-ലുമല്ല ഇത് വന്നത്. ഇത് വന്നിട്ട് കുറേ കാലം. ഞാൻ പറയുന്നത് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകളെ കുറിച്ചാണ്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ട് ധാരാളം വർഷങ്ങളായി. പക്ഷെ ആർക്കും അത് ആരംഭിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അതിൻ്റെ വ്യവസ്ഥകൾ അങ്ങനെയായിരുന്നു. അതിന് 50 ഏക്കർ സ്ഥലം വേണം. ഒരു സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ആരംഭിക്കാൻ എത്ര ഏക്കർ സ്ഥലം വേണം? 50 ഏക്കർ സ്ഥലം വേണം. ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന സ്ഥലത്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 7.5 ഏക്കറേ. ഒരു കമ്പനിക്കാണെങ്കിൽ 15 ഏക്കറേ. ഒരിക്കലും ഒരു സ്കീം അവിടെയുണ്ട്, നടപ്പിലാക്കാനും പറ്റില്ല. അപ്പം ഞങ്ങളൊക്കെ ഇത്തരം പല കാര്യങ്ങളും അതാത് കാലത്തെ വകുപ്പ് മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികളൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ആളുകളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുന്നത്? ഇതൊക്കെ വെറും പ്രഹസനമല്ലേ? അങ്ങനെ ഒരു തവണ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാറുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം ഒരു പരിപാടി ഇങ്ങനെ ഉണ്ട്, അതൊന്നും എന്തെങ്കിലും മാറ്റാൻ പറ്റുമെങ്കിൽ കുറച്ചെങ്കിലും ആരെങ്കിലും ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സർക്കാർ സ്ഥലം കൊടുക്കണം. അങ്ങനെ അത് ഉടനെ മിനിസ്റ്റർക്ക് അത് മനസ്സിലായി. അതിന് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഒരു പദ്ധതി ഭേദഗതി ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അത് നിയമസഭയിൽ കൊണ്ടുവരണം, ഓർഡിനൻസ് കൊണ്ടുവരണം, പിന്നെ നിയമമാക്കണം, അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ മാറ്റങ്ങൾ വന്നു. എന്തായി? 25 ഏക്കറായി ചുരുങ്ങി. 50 ഏക്കറാണുള്ളത്, 25 ഏക്കറായി ചുരുങ്ങി. ഒരു കാര്യമില്ല. ഇടത്തെ കാലിലും വന്ന് വലത്തെ കാലിലായ മാതിരിയേ ഉള്ളൂ. ഇപ്പോഴ് 22-ല് ആണ് വിപ്ലവകരമായ ഒരു മാറ്റം അതിൽ വന്നത്. 10 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്ക് ഒരു സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ആരംഭിക്കുവാനുള്ള അവസരം സർക്കാർ തന്നിരിക്കുകയാണ്. വളരെ വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതിന് സമാനമായ പദ്ധതികളില്ല. നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ സ്വർഗ്ഗമാണ്, കേരളത്തിലൊന്നുമില്ല. സംരംഭകരെ സഹായിക്കുന്ന യാതൊരുവിധ സംവിധാനവും സാഹചര്യവും അന്തരീക്ഷവും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതിൽ ചില വസ്തുതകളൊക്കെ ഉണ്ട്. തീർത്തും 100% അങ്ങനെയല്ല. കേരളത്തിൽ ഉള്ള പല പദ്ധതികളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നുള്ളതും അതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ്. മാത്രമല്ല അതിന് മോശമല്ലാത്തൊരു ആനുകൂല്യവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏക്കറൊക്കെ 30 ലക്ഷം വെച്ചിട്ട് പരമാവധി 3 കോടി രൂപ വരെ പ്രാഥമിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് തരുന്നുണ്ട്. എന്താണ് പ്രാഥമിക അടിസ്ഥാന സൗകര്യ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്, പിന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ പവർ, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സ്.
ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ട് 3 കോടി രൂപ തികച്ചും സൗജന്യമായിട്ട് സർക്കാർ തരുന്നുണ്ട്. വളരെ വളരെ ആകർഷകരമായ ഒരു പദ്ധതിയാണ്. 10 ഏക്കർ ലാൻഡ് മതി. നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്, വ്യവസായ പിന്നോക്ക ജില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ വിചാരം എന്താണ്, കാസർഗോഡ് ജില്ല വ്യവസായ പിന്നോക്ക ജില്ല, അതുകൊണ്ട് ഇവിടെ വ്യവസായമൊന്നും വരില്ല എന്നാണ്. എന്നാൽ അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിനകത്ത് 1/4 ഭാഗം വെള്ളമുണ്ടെന്ന് വരിക. അതൊരു ഗ്ലാസ്സാണ് വരിക, ഇതിൽ 1/4 ഭാഗം വെള്ളമുണ്ട്. അത് 1/4 ഭാഗം ആക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിതിനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? 1/4 ഭാഗം വെള്ളമുണ്ടെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ അതിന് 1/4 ഭാഗം വെള്ളമുണ്ട്. അതിന് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയും. ഇതിനെ ഇങ്ങനെ നോക്കുക, കാഴ്ചപ്പാട്. നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതൊരു കുപ്പിയാകുന്നു. ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ 1/4 ഭാഗമേ ഉള്ളൂ. അതിന് 2 രീതിയിൽ നമുക്ക് കാണും. നമുക്ക് എപ്പോഴും എല്ലാ കാഴ്ചപ്പാടും പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകും, നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകും. അതൊരു പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാളാണ് നോക്കുന്നതെങ്കിൽ അതിൽ 1/4 ഭാഗം വെള്ളമുണ്ട് എന്ന് പറയും. അതിൽ നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരാളാണ് നോക്കുന്നതെങ്കിൽ അതിൽ 1/4 ഭാഗമേ വെള്ളമുള്ളൂ എന്ന് പറയും. 2 ശരിയല്ലേ? 2 ശരിയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് കാണിച്ചത്. എപ്പോഴും ഒരു സംരംഭകൻ പോസിറ്റീവ് ചിന്താഗതിയുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഇതിനകത്ത് 1/4 ഭാഗം വെള്ളമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 3/4 ഭാഗം കാലിയാണ്. അപ്പോൾ 3/4 ഭാഗം വെള്ളം ഒഴിക്കുവാനുള്ള സ്ഥലം അവിടെ ഉണ്ട് എന്നല്ലേ? അത് സാധ്യതയല്ലേ? അല്ലേ? ഇതിനകത്ത് 1/4 ഭാഗം വെള്ളമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ 3/4 ഭാഗം കാലിയാണ് എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം വെള്ളം നിറക്കുവാനുള്ള സ്ഥലം ഇവിടെയുണ്ട്, സാധ്യത ഇവിടെയുണ്ട്, സ്കോപ്പ് ഉണ്ട്. അപ്പം ഇനി നമ്മൾ കാസർഗോഡ് ഒരു വ്യവസായ പിന്നോക്ക ജില്ലയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നേണ്ടത്? വ്യവസായ വികസനത്തിനുള്ള സ്കോപ്പ് ഉണ്ട് അല്ലേ? എല്ലാം തികഞ്ഞ ഒരു സ്ഥലത്ത് നമുക്ക് വല്ല സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യത നമ്മുടെ കുറവ് തന്നെയാണ്. നമ്മുടെ സാധ്യത. കാസർഗോഡ് ജില്ലയിൽ ഒരു വ്യവസായങ്ങൾ കുറവാണ്. അപ്പോൾ ഇവിടെ ധാരാളം വ്യവസായങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സാധ്യത, ധാരാളം സ്ഥലമുണ്ട്. സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും ഇത്രയും ലാൻഡ് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ജില്ലയില്ല. ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരുപാട് മറ്റ് സാധ്യതകൾ, കാർഷിക വിഭവങ്ങൾ കിട്ടുക. കാർഷിക വിഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ഫുഡ് പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിനെ വാല്യൂ അഡീഷൻ നടത്തുവാനുള്ള വലിയ സാധ്യതയുള്ള ഒരു പരിപാടിയാണ്, ഒരു പദ്ധതിയാണ്. രൂപത്തെ താഴ്ത്തു വന്നു. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ധാരാളം സാധ്യതകളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സർക്കാരിൻ്റെ പദ്ധതികളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ഒരല്പം ബേസിക് ആയിട്ടുള്ള കാര്യം പറയും സംരംഭത്തെക്കുറിച്ചിട്ട്. സംരംഭങ്ങൾ ലോകത്തിൽ തന്നെ പണ്ട് നമ്മൾ വ്യവസായങ്ങൾ എന്നാണ് പറയാം അല്ലെ? ചെറുകിട വ്യവസായം, വൻകിട വ്യവസായം. ഇന്ന് വ്യവസായം എന്നുള്ള വാക്ക് തന്നെ മാറിപ്പോയിരിക്കുന്നു. ആ പദം ഇന്ന് ആരും ഉപയോഗിക്കുന്നില്ല. ഇന്ന് ഉപയോഗിക്കുന്ന പദം സംരംഭം. വൻകിട സംരംഭം, ചെറുകിട സംരംഭം. പിന്നെ എത്ര തരം സംരംഭങ്ങളുണ്ട്? 2 തരം സംരംഭങ്ങൾ, വൻകിട സംരംഭങ്ങളും ചെറുകിട സംരംഭങ്ങളും. വൻകിട സംരംഭങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല. നമുക്ക് ചെറുകിട സംരംഭങ്ങളെ കുറിച്ച് പറയാം. ചെറുകിട സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെ നമ്മുടെ മനസ്സിലാക്കുവാനുള്ള, കൈകാര്യം ചെയ്യുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് 3 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ചെറുത്, അതിനേക്കാളും കുറച്ചുകൂടെ വലുത്, അതിനേക്കാളും കുറച്ചുകൂടെ വലുത്. അല്ലെങ്കിൽ മൈക്രോ, സ്മോള് ആൻഡ് മീഡിയം. സൂക്ഷ്മം, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ എന്ന് പറയും. അതിനെ മൈക്രോ എം, സ്മോൾ എസ്,
മീഡിയത്തിന് MSM, സംരംഭങ്ങൾ, എന്റർപ്രൈസ്. MSME നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞതാണ് MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു മന്ത്രാലയം തന്നെ ഉണ്ട്, മിനിസ്ട്രി ഓഫ് MSME. ഈ മിനിസ്ട്രി ഓഫ് MSME ആണ് സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഒരുപാട് 100 കണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രാലയം. അതിന് അനുസൃതമായിട്ട് സംസ്ഥാനങ്ങളിലും വകുപ്പുകളുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ MSME ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരള മാതിരിയുള്ള സംസ്ഥാനങ്ങളിൽ വ്യവസായ വകുപ്പാണ്, വ്യവസായ വാണിജ്യ വകുപ്പ്, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. ഈ 2 വകുപ്പുകളാണ് സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെയും ധാരാളമുണ്ട്. കൃഷി, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതികളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ മറ്റ് വകുപ്പുകൾക്ക് മൃഗസംരക്ഷണം, അതുപോലെ തന്നെ ഡയറി, അതുപോലെ തന്നെ പൗൾട്രി, ഇങ്ങനെയുള്ള നിരവധി കാർഷിക മേഖലയിലുള്ള സംരംഭങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി വകുപ്പുകളിലൂടെയും സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം പറയാനുള്ള സമയമില്ല, ഇതെല്ലാം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ MSMEക്ക് വേണ്ടിയിട്ടുള്ള ചില സംരംഭങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സ്വകാര്യ വ്യവസായ പാർക്ക്. അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അത് അവിടെ ഞാൻ നിർത്തുകയാണ്. കൂടുതൽ ഇല്ല, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്താ? നമ്മൾ സ്ഥലം വാങ്ങിയിട്ടല്ലേ തുടങ്ങേണ്ടത്. നമ്മൾ സ്ഥലം വാങ്ങണം, കാശ് കൊടുത്ത് സ്ഥലം വാങ്ങണം. നമ്മൾ ആദ്യം ഒരു ഫേം രൂപീകരിക്കണം, ഒരു കമ്പനി രൂപീകരിക്കണം. ഒരു വ്യക്തിക്ക് പറ്റില്ല. ഒന്നുകിൽ LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ട്രസ്റ്റ്, സൊസൈറ്റി, എന്തോ ആവും. കമ്പനി രൂപീകരിച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരിലാണ് നമ്മൾ ലാൻഡ് വാങ്ങിക്കേണ്ടത്. ഇപ്പം നമുക്ക് മുതൽ കമ്പനി രൂപീകരിക്കാനുള്ള ചിലവുകളുണ്ട്, സ്ഥലം വാങ്ങുവാനുള്ള ചിലവുകളുണ്ട്. അത് കഴിഞ്ഞാൽ സ്ഥലം നമ്മൾ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ കമ്പനിയുടെ പേരിൽ ഓൺലൈനായി സർക്കാരിൻ്റെ മുമ്പാകെ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചു. അപ്രൂവായി വന്നു വിചാരിക്കാം. അപ്രൂവായി വന്നു നമുക്ക് ഫണ്ട് കിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കിട്ടും. ഇപ്പോൾ കേരളത്തിൽ അറിയാമല്ലോ, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല, ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് രീതിയിലാണ് നടപ്പിലാകുന്നത്. നമ്മൾ ആദ്യം സ്പെൻഡ് ചെയ്യണം, പിന്നീട് അത് സർക്കാർ അതിന് റീഇംബേഴ്സ് ചെയ്യും. ഗ്രാൻഡിൻ്റെ രീതി അങ്ങനെയല്ല. ശരിക്കും ഗ്രാൻഡ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ സർക്കാരിൻ്റെ നിലവിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കൊണ്ട് കൊടുക്കാതിരിക്കുന്നില്ല, റീഇംബേഴ്സ്മെൻറ്റ് രീതിയിൽ നടക്കും. നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് അത് മുന്നോട്ട് പോകാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് പോകാം. ഇതൊക്കെ ചെയ്തു. പിന്നത്തെ പരിപാടി എന്താ? അവിടെ സംരംഭം തുടങ്ങരുത്. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ പൈസ നമുക്ക് ലാഭത്തോട് കൂടിയിട്ട് മടക്കി കിട്ടണം, അല്ലേ? ഒരു സംരംഭത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാശും ലാഭവും കൂടി നമുക്ക് റിട്ടേൺസ് കിട്ടണം. അത് ആ ഒരു ഉദ്ദേശത്താലാണ് നമ്മൾ സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺസ് കിട്ടും? നമ്മുടെ ആ സ്ഥലം വിൽക്കാം. നിങ്ങൾക്ക് ആ പ്രൈവറ്റ് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിനകത്തുള്ള സ്ഥലം വിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ സംരംഭങ്ങൾ തുടങ്ങാം. നിങ്ങൾക്ക് അവിടെ ഷെഡുകൾ ലീസിന് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ഷെഡ് നിർമ്മിച്ച ആ ഷെഡ് വാടകയ്ക്ക് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഐഡിയ, മനസ്സിലായോ? നമ്മുടെ ആശയം അനുസരിച്ച് അതിനെ എങ്ങനെ ലാഭകരമാക്കണം എന്ന് ചിന്തിക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും നമ്മളാണ്. ഇങ്ങനെ നിരവധി ആശയങ്ങളുണ്ട്. ഇങ്ങനെ നമ്മളെന്ന് സംരംഭങ്ങൾ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ പദ്ധതികളുണ്ടോ? ഉണ്ട്. വ്യക്തിഗത പദ്ധതികളുണ്ട്, ഗ്രൂപ്പ് പദ്ധതികളും ഉണ്ട്. അതിൽ ഒരു പദ്ധതിയെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതും അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അതിൻ്റെ പേര് ഓണ്ടർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം, സംരംഭക സഹായ പദ്ധതി എന്നാണ്. MSMEനെ കുറിച്ച് ബേസിക്കായിട്ട് കാര്യങ്ങൾ അറിയില്ല, ഞാൻ പറയണം. MSMEൻ്റെ ഈ പിന്നെ എന്താണ് ഡെഫിനിഷനും പറയണ്ടല്ലോ, വേണ്ട, അടുത്തേക്ക് സമയം കുറവായിരുന്നു. വരുന്നില്ല. അത് സ്കീം പല പദ്ധതികളുടെ പേരുകളാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് കണ്ടേക്കും. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഏറ്റവും വളരെ ആകർഷകമായ നിരവധി പദ്ധതികളുണ്ട്. അതിലൊന്നാണ് ഓണ്ടർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം. ഇതിന് സർക്കാർ കൊടുക്കുന്ന സബ്സിഡിയാണ്. ഇതിന് സർക്കാർ കൊടുക്കുന്ന സബ്സിഡി ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 15%. നമ്മൾ സാധാരണ സബ്സിഡി കണക്കാക്കുന്നത് മൊത്തം പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ ഇത്ര ശതമാനം എന്ന രീതിയിലാണ്.
ഒരു സംരംഭത്തിന് ആകെ മൊത്തം വരുന്ന ചെലവിനെയാണ് നമ്മൾ പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അറിയാം, എല്ലാവരും സംരംഭമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഒന്ന് വർക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും. ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവുണ്ട്. അതിന് നമുക്ക് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഒറ്റത്തവണ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. കെട്ടിടം, അവിടെ ആവശ്യമുള്ള യന്ത്ര സാമഗ്രികൾ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, കമ്പ്യൂട്ടർ, പ്രിൻ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി മൊത്തം വരുന്ന ചെലവിനെയാണ് നമ്മൾ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് പോരെ ഒരു സംരംഭം തുടങ്ങാൻ? പോരാ. നമുക്ക് അതെ, ദിവസേനയുള്ള ചെലവുകൾ നമുക്ക് മീറ്റ് ചെയ്യണ്ടേ? നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കി ആ ഉൽപ്പന്നം അടുത്ത ദിവസത്തിന്റെ മാർക്കറ്റിൽ കൊടുത്ത കാശൊന്നും കിട്ടില്ല. ചിലപ്പോൾ ഒരു 3, 4, 5, 6 മാസം വരെ അത് മാർക്കറ്റിൽ ഇങ്ങനെ കിടക്കും. ആ ഉൽപ്പന്നത്തിൻ്റെയും നമ്മുടെ ഉൽപ്പന്നത്തിൽ നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റിൻ്റെയും നിലവാരമൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ അത്രയും കാലം ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ധാരാളം ചിലവുകളുണ്ട്. ശമ്പളം കൊടുക്കണം, വാടകയ്ക്കാണ് കെട്ടിടമെങ്കിൽ വാടക കൊടുക്കണം, പിന്നെ കറണ്ട് ചാർജ്, അങ്ങനെയുള്ള നിരവധി ചിലവുകൾ, റണ്ണിങ് എക്സ്പെൻസസ്. ഇതിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അതിന് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് രണ്ടും, ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പ്രോജക്റ്റ് കോസ്റ്റ്. സാധാരണ സബ്സിഡി പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 10%, 20%, 30%. പക്ഷേ ESSൽ മാത്രം അവിടെ വർക്കിംഗ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 15%ആണ് സബ്സിഡി കിട്ടുന്നത്. എല്ലാ സബ്സിഡികളും ക്രെഡിറ്റ് ലിങ്ക്ഡ് ആയിരിക്കും. അതായത് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ വായ്പ എടുക്കുകയാണെങ്കിൽ മാത്രമേ സബ്സിഡി കിട്ടൂ. വായ്പ എടുക്കുന്നതിന് സബ്സിഡി കിട്ടും. അതിന് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഒരു 99% പദ്ധതികളും ക്രെഡിറ്റ് ലിങ്ക്ഡാണ്. ESS ക്രെഡിറ്റ് ലിങ്ക്ഡ് അല്ല. ESSൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് കയ്യിൽ കാശുണ്ട്, ഞാനൊരു സംരംഭത്തോ, എൻ്റെ കയ്യിൽ 1 കോടിയാണ് സംരംഭത്തിന് ആവശ്യം, എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, ഞാനൊരു സംരംഭം തുടങ്ങിയാലും എനിക്ക് എന്ത് കിട്ടും? സബ്സിഡി കിട്ടും. ക്രെഡിറ്റ് ലിങ്ക്ഡ് അല്ല. അങ്ങനെ കിട്ടുന്ന സബ്സിഡി സാധാരണ എല്ലാ സബ്സിഡികളും ബാങ്കിൽ ലോണെടുത്ത ബാങ്കിലേക്ക് പോകും. ഇവിടെ ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് അല്ലാത്തത് കൊണ്ട് ഈ സബ്സിഡി നമുക്ക് നേരിട്ട് എൻജോയ് ചെയ്യാം. നിങ്ങൾ ലോൺ എടുത്ത് ഒരു സംരംഭം തുടങ്ങിയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സബ്സിഡി ലോണിലേക്ക് അടക്കുകയോ അടക്കാതിരുന്നു കൊണ്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയോ ചെയ്യാം. അത് ബാങ്കിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട്. മറ്റ് സബ്സിഡികൾ അങ്ങനെയല്ല. ഇനി 15% സബ്സിഡി ഉള്ളൂ എന്നുള്ളൊരു ചെറിയൊരു നിരാശ നിങ്ങൾക്ക് ഉണ്ടാകും. അല്ല, കാസർഗോഡ് ജില്ലക്ക് 10% കൂടുതൽ കിട്ടും, പിന്നോക്ക ജില്ല ആയതുകൊണ്ട്. പിന്നെ ചില പ്രത്യേക സംരംഭങ്ങൾക്ക് 10% വീണ്ടും കൂടുതൽ കിട്ടും. അപ്പം പൊതുവെ കാസർഗോഡ് ജില്ലയാണെങ്കിൽ ചുരുങ്ങിയത് 40%, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് 45% എന്ന നിരക്കിൽ പരമാവധി 40 ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടുന്ന പദ്ധതിയാണ് ESS, ഓണ്ടർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം. 40 ലക്ഷം രൂപ വരെ കിട്ടും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇപ്പം PMEGPK ആണെങ്കിൽ അതിന് 35% സബ്സിഡി കിട്ടും, ഒറ്റ തവണ കിട്ടും. ഇവിടെ അങ്ങനെയല്ല. ഇതിൻ്റെ ലിമിറ്റ് 40 ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം 10 ലക്ഷം രൂപ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു സംരംഭം തുടങ്ങിയെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് 40% കിട്ടുന്ന ഒരു പരിപാടിയാണ് നമ്മൾ തുടങ്ങുന്നത്. എത്ര രൂപ കിട്ടും? 4 ലക്ഷം രൂപ കിട്ടും. പിന്നീട് നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്തു. നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് 20 ലക്ഷം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. വീണ്ടും നിങ്ങൾക്ക് സബ്സിഡിക്ക് അപേക്ഷിക്കാം. മനസ്സിലായോ? അങ്ങനെ എത്ര വരെ കിട്ടും? 40 ലക്ഷം എന്ന ലിമിറ്റ് ആകുന്നത് വരെ നിങ്ങൾക്ക് സബ്സിഡി ക്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരു സംരംഭത്തിന് ഏറ്റവും ആവശ്യമുള്ളത്. കാരണം ഒരു സംരംഭം തുടങ്ങിയാൽ അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് പണ്ട് 5 കൊല്ലമായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളതിനെ അടുത്ത് കൂട്ടണം, അല്ലെങ്കിൽ അതിന് മാറ്റം വരുന്നത്. ഇപ്പം അത്രയൊന്നുമില്ല. ഇപ്പോൾ ദിവസേന മാറ്റങ്ങൾ വരികയാണ്. ആ മാറ്റങ്ങൾ പഠിച്ചുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട്, അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംരംഭത്തെ അടിസ്ഥാന വികസനം നടത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അത്തരം ആളുകൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ESS. മൂന്നാമത്തെ പദ്ധതിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ കൺസോർഷ്യം എന്ന് പറയുന്നത്.